കഴിഞ്ഞ 2022 വേൾഡ് കപ്പിൻ്റെ സമയത്ത് നമ്മളിവിടെ കട്ടൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ആ കട്ടൗട്ട് വെക്കുന്നതിനോട് യോജിപ്പില്ലാത്തതുകൊണ്ട് വേറെ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാമെന്നുള്ളത് ചിന്തിച്ച് അങ്ങനെ വേറെ ഒരു കാര്യം ചിന്തിച്ചെടുത്തതിലാണ് ഇങ്ങനെ വന്നത്. ഇതെങ്ങനെ ഇവിടെ നിലനിർത്താന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ എൻജിനീയേഴ്സോ കാര്യങ്ങളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് എങ്ങനെ ഇവിടെ നിലനിർത്താന്നുള്ളതിനെക്കുറിച്ച് കുറേ ചിന്തിച്ചു. താഴെ എന്ത് വെക്കണം, കാരണം ഈ ഡ്രമ്മുകളോ അല്ലെങ്കിൽ കന്നാസോ കാര്യങ്ങളോ എന്താണ് വെക്കേണ്ടത്, ഇത് എത്രത്തോളം കനം താങ്ങും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആദ്യം കുറച്ച് കാലം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, പല ഡിസ്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളൂ, വേറെ ഒന്നും ഇതായിട്ടില്ല. അതിൽ കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഈ കലാകാരങ്ങൾ ഈ പുഴയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഇതിൽ തന്നെ കളിച്ച് വളർന്നവരാണ്. അപ്പോൾ അവരെ കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രൗഡാണ് ശരിക്ക് കേരളം എന്നുള്ള ആ ഒരു ഇത് ലോകത്തിന് മുമ്പിലേക്ക് എത്തുന്നതിനുള്ള അർജന്റീന ഫാൻസ്, ഇവിടുത്തെ അർജന്റീന ഫാൻസിന് ശരിക്കും ഒരു പ്രൗഡായിരിക്കും അത്. അത് ഈ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലേ, മെസ്സിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതല്ല. പണ്ട് മുതലേ നമ്മൾ ഇവിടെ ഈ പുള്ളാവൂര് ദേശത്ത് ഒരു അർജന്റീന ബ്രസീൽ ആരാധക രണ്ട് കൂട്ടരും മുമ്പേ പാരമ്പര്യമായിട്ട് വന്നു പോകുന്നതാണ്. അത് മറഡോണയുടെ കാലഘട്ടത്തിലേ വരുന്നതാണ്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ എനിക്ക് തോന്നുന്നത് അർജന്റീനൻ ഒരു ലാറ്റിൻ അമേരിക്കൻ ശൈലി കണ്ടിട്ടും അതേപോലെ അന്ന് റിക്കൽമിയെ കണ്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ്. അതിനുശേഷമാണ് മെസ്സിയൊക്കെ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അർജന്റീനയിലുള്ള മെസ്സിയെ കൂടി നമ്മൾ നെഞ്ചിലേറ്റി അത്ര. പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അത് മെസ്സി ആയിരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതും. മെസ്സി എന്നുള്ളത് നമ്മളൊരു ക്യാപ്റ്റൻ എന്നുള്ളതാണല്ലോ. അപ്പോൾ പ്ലേയേഴ്സിനെ ബാക്കിയുള്ള നോക്കുകയാണെങ്കിൽ എല്ലാവരെയും ഒരേപോലെ. അതുകൊണ്ടാണ് അതും കൂടി ഇതിലൊരു സന്ദേശമുണ്ട്. നമ്മൾ ഓൾ 11 ഇവിടെ ഇറക്കിയത്. അത് എല്ലാ അർജന്റീനൻ ഓൾ ടീമിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അതിൽ പുതിയൊരാൾ വരികയാണെങ്കിൽ നമ്മൾ അയാളെയും കൂടി ഇഷ്ടപ്പെട്ടു പോകും. കാരണം ആ അർജന്റീനൻ ടീമിനെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇതിനോട് കടപിടിച്ച് നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പോർച്ചുഗൽ ഫാൻസ് ചെയ്യണം എന്നുള്ളൊരു ഇത് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു, ഒരു സങ്കോചമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് തുല്യമായിട്ട് വെക്കാൻ പറ്റിയൊരു സാധനം ഇല്ലെങ്കിലും പക്ഷെ ഞങ്ങൾ ഒരു കട്ടൗട്ട് മാത്രമേ ഉയർത്താൻ പറ്റുമോ.